ഗൈസ്, ഇന്നത്തെ വീഡിയോ ജെനിറ്റ്സു വേഴ്സസ് കൈഗാക്കു ആണ്. എനിക്കറിയാം നിങ്ങൾ ബ്ലൂ ലോക്കിന് വേണ്ടി മാത്രമാണ് ഈ ചാനൽ നോക്കുന്നതെന്ന്. പക്ഷേ നമുക്കോരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ. എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ജെനിറ്റ്സു വേഴ്സസ് കൈഗാക്കു എന്നുള്ള വീഡിയോ ചെയ്യാനുള്ളത്. ഞാൻ പോളിട്ടപ്പോൾ കണ്ടതായിരുന്നു. പോളിൽ എല്ലാവരും ബ്ലൂ ലോക്കിനായിരുന്നു പോൾ കൊടുത്തിരുന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ തന്നെ നിറവേറണ്ടേ. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്ലൂ ലോക്കിൻ്റെ വീഡിയോ ഇല്ല. ബ്ലൂ ലോക്കിൻ്റെ വീഡിയോ ഞാൻ സൺഡേ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കിത് നോക്കാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. ജെനിറ്റ്സു വേഴ്സസ് കൈഗാക്കു എന്നുള്ള ഫൈറ്റ് നടക്കുന്നത് ഇൻഫിനിറ്റി കാസലിലാണ്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് സീസണിൽ, അതായത് ഹാഷിറ ട്രെയിനിങ് ആർക്കിൽ എല്ലാവരും ഒരു വാതിലിനുള്ളിൽ കൂടെ ഇൻഫിനിറ്റി കാസലിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവും. അവിടുന്ന് നമുക്ക് ഫസ്റ്റ് ഫൈറ്റ് കാണിക്കുന്നത് ജെനിറ്റ്സു വേഴ്സസ് കൈഗാക്കു ആണ്. ഇനി കൈഗാക്കു എന്ന് പറയുന്ന ചെറുക്കൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മീമില്ലേ, അഴുക്ക ചെറുക്കൻ, തന്തേക്കാൾ മോശം, അതുപോലെ ഒരു സാധനം. അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു വാളി ചെറുക്കൻ വേറെ ഉണ്ടാവില്ല. ഈ ജെനിറ്റ്സും കൈഗാക്കും തമ്മിൽ ഒരുമിച്ചുണ്ടാകുമ്പോൾ എപ്പോഴും ജെനിറ്റ്സുവിനെ കളിയാക്കാൻ മാത്രമായിരുന്നു അവന്. ജെനിറ്റ്സുവിനെ കളിയാക്കാനും ഓരോന്ന് പറയാൻ മാത്രമായിരുന്നു അവൻ വാതുറക്കുക. ഇവൻ എന്തിനാ മാസ്റ്റർ എടുത്തത് എനിക്ക് എപ്പോഴും അറിയില്ല. എപ്പോഴും കട്ടെടുക്കുക, ഫുഡ് കട്ടെടുത്ത് കഴിക്കുക, അതായത് വഴി കൂടെ പണം പിള്ളേരെ അടിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് ഇവന്റെ മെയിൻ ഹോബീസ്. ഇതുപോലൊരു വാളി ചെറുക്കൻ എന്തിനാണ് ഇയാൾ ഇവന്റെ ശിഷ്യനായിട്ട് എടുത്തതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇവന്റെ ചെറുപ്പകാലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവൻ വളർന്നത് മൊത്തം നമ്മുടെ സ്റ്റോൺ ഹാഷിരല്ലേ, അതായത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹാഷിര, ആളുടെ വീട്ടിലാണ് ഇവൻ വളർന്നത്. അതായത് ആൾക്കൊരു അനാഥാലയം പോലൊരു വീടുണ്ടായിരുന്നു. അവിടെ കുറെ കുട്ടികളായിട്ടായിരുന്നു ആൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ആയിരുന്നു ഇവൻ വളർന്നുകൊണ്ടിരുന്നത്. ഇവനിങ്ങനെ അവിടെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇവന് ഫുഡ് കിട്ടാണ്ട് പുറത്തു പോയി കക്കാൻ നിൽക്കും. അതായത് ഒരു കടയിൽ കയറി മോഷ്ടിക്കും. ആ മോഷ്ടിച്ചിട്ട് പിടിക്കപ്പെടും. അങ്ങനെ മോഷ്ടിച്ച് പിടിക്കപ്പെട്ട കാരണം ഇവനെ പിന്നെ വീട്ടിൽ കയറ്റാണ്ടാവും, വീട്ടിൽ വരാണ്ടാവുവാൻ. അങ്ങനെ ഒരു രാത്രി നടക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡീമൺ ഇവനെ പിടിക്കും. അങ്ങനെ ഡീമൺ ഇവനെ പിടിക്കുമ്പോൾ ഇവൻ എന്താ ചെയ്യാന്നറിയോ? ഇവൻ ഡീമണിനോട് കെഞ്ചി പറയും, ഞാൻ നിനക്ക് ഇത്രയും പിള്ളേരെ തരാം, നീ അവരെ കഴിച്ചു എന്നെ വെറുതെ വിടുന്നു. അങ്ങനെ ഇവൻ എന്താ ചെയ്യാന്നറിയോ? ഇവൻ നേരെ ഹാഷിറുടെ വീട്ടിലുള്ള വിളക്കുകൾ, അതായത് ഡീമൻ വരാതിരിക്കാനുള്ള വിളക്കുകളെല്ലാം ഇവ എടുത്ത് മാറ്റും. അങ്ങനെ ഇതും എടുത്ത് മാറ്റിയെന്ന് വെച്ചാൽ ഇത്രയും പിള്ളേരെ അവൻ തിന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ആ പിള്ളേരെ ഇവൻ കുരുതി കൊടുക്കും. അങ്ങനെ അന്നുണ്ടായ ആ ഫൈറ്റിലാണ് അത് നമ്മുടെ സ്റ്റോൺ ഹാഷിർക്ക് തലയിൽ ഒരു വെട്ടും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സ്പ്രഷനൊക്കെ വന്നിട്ടുണ്ടാവുക. കാരണം അന്ന് ഒരു കുഞ്ഞിനെ മാത്രം ആൾക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പകൽ, അതായത് രാത്രി മുഴുവൻ നിന്ന് ആൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ആ ചെറിയ കുട്ടിയെ മാത്രം രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ അന്ന് നടന്ന ഫൈറ്റിന് ശേഷം പിന്നെ ഒരു പാനലിൽ നമുക്ക് ഇവനെ കാണിക്കുന്നില്ല. അന്ന് ആ വിളക്കെടുത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഇവനെ കാണിക്കുന്നില്ല. പിന്നെ ഇവനെ നമുക്ക് കാണിക്കുന്നത് ജിഗ്രുവിന്റെ ബാക്ക് സ്റ്റോറിയിലാണ്, അതായത് ഇവരുടെ ജെനിറ്റ്സുവിന്റെ ബാക്ക് സ്റ്റോറിയിലാണ്. ജിഗ്രു ഇവനെ ഒരു ആഷിറ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും. ജിഗ്രുവിന് മാസ്റ്റർ ജിഗ്രു ഇവന് ആഷിറ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ഡീമൺ സ്ലെയർ ആയിട്ടും ഉണ്ടാവും. അങ്ങനെ ഡീമൺ സ്ലെയർ ആയതിനു ശേഷം ഇവൻ ആദ്യമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നത് കോക്കോഷിബ ആയിട്ടാണ്. ഫസ്റ്റ് ഗ്ലിംസിൽ തന്നെ കോക്കോഷിബയുടെ പവർ എന്താണെന്ന് ഇവന് മനസ്സിലായി. അങ്ങനെ ഇവൻ എന്താ ചെയ്യാന്നറിയോ? കോക്കോഷിബയുടെ ജീവന് വേണ്ടി കെഞ്ചും. അങ്ങനെ കോക്കോഷിബ അപ്പൊ അവനൊരു ഓഫർ കൊടുക്കും, ഞാൻ നിനക്ക് എന്റെ രക്തം തരാം, ആ രക്തം ഒരു തുള്ളി പോലും തറയെ വീഴാണ്ട് നീ മൊത്തം കുടിക്കണം. ഇൻ കേസ് ഒരു തുള്ളി നിലത്ത് വേണം, അപ്പൊ ഞാൻ നിന്നെ കൊല്ലും. അങ്ങനെ നീ ഒരു ഡീമൺ ആയിട്ട് മാറണം എന്ന് പറയും. അങ്ങനെ ഇവന്ന് കേൾക്കേണ്ട പാതി ഇവൻ ആ രക്തം മുഴുവൻ എടുത്ത് കുടിക്കും. അങ്ങനെ ഈ ബ്ലഡ് കുടിച്ചിട്ടാണ് അവനൊരു ഡീമൺ ആവുന്നത്. ഡീമൺ മാത്രമല്ല, വൺ ഓഫ് ദ പവർഫുൾ ആയിട്ടുള്ള അപ്പർ മോൺ ആവുന്നതും ഈ ബ്ലഡ് കുടിച്ചിട്ടാണ്. ഇനി ജെനിറ്റ്സുവിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ, ജെനിറ്റ്സു അതായത് ഹാഷിറ ട്രെയിനിങ് ആർക്കിൽ ലാസ്റ്റ് നിങ്ങൾ കണ്ടാവും, ജെനിറ്റ്സുവിന്റെ കിളി ജെനിറ്റ്സുവിന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടാകും. ആ കത്ത് കിട്ടിയതിനു ശേഷം അവൻ ആകെ വേറൊരു മെന്റാലിറ്റി, വേറൊരു ആളായി തന്നെ മാറിയുണ്ടാവും. അതായത് മെന്റാലിറ്റി മൊത്തമായിട്ട് തന്നെ മാറിയുണ്ടാവും. ഭയങ്കര സീരിയസ് മോഡിലോട്ട് ജെനിറ്റ്സ് പോയിണ്ടാവും. ആ കത്തിന്റെ കാര്യം എന്താണെന്ന് പറയാം. ഇതിനുശേഷം കാണിക്കുന്നത് ഇവർ രണ്ടാളും തമ്മിലുള്ള ഒരു പാനലാണ്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. അതിന്റെ ഇതിനുശേഷം കൈകാക്കു ചോദിക്കും, തണ്ടർ ബ്രീത്തിന്റെ ഒരു ഫോം മാത്രം ചെയ്യാൻ പറ്റുന്ന ഡീമൺ സ്ലെയർ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ എപ്പോഴും കളിയാക്കുന്ന പോലെ തന്നെ ഇപ്പോഴും കളിയാക്കുന്നുണ്ട്. അതിന്റെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജെനിറ്റ്സുവിന് തണ്ടർ ബ്രീത്തിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ആദ്യമായിട്ട് ജെനിറ്റ്സു കൈകാക്കുവിനോട് തിരിച്ചു പറയുന്നുണ്ട്, അതായത് തിരിച്ച് അങ്ങോട്ടും പറയുന്നുണ്ട്, ഏറ്റവും വീക്കറായിട്ടുള്ള ഏറ്റവും പൊട്ടനായിട്ടുള്ള ഡീമൺ എന്ന് ജെനിറ്റ്സു കൈകാക്കുവിനോട് തിരിച്ചും പറയുന്നുണ്ട്. കൈകാക്കു തിരിച്ച് അങ്ങോട്ട് ചോദിക്കും, ഓ നീ ഇപ്പോൾ മറുപടിയൊക്കെ പറയാൻ പഠിച്ചോന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന ജെനിറ്റ്സുവിനെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് വേണ്ടിയിട്ട് ജെനിറ്റ്സു ചോദിക്കും, നീ ഒരു ഫോർമർ ഹാഷിയുടെ പിൻഗാമിയായിരുന്നില്ല, പിന്നെ എന്ത് ചെയ്യുന്നു ഡീമൺ ആയെന്ന് ചോദിക്കും. അങ്ങനെ ജെനിറ്റ്സു ഇതുകൂടി കൂട്ടിച്ചേർക്കും, നീ ഒരു ഡീമൺ ആയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഗ്രാംസ്, അതായത് ആ മാസ്റ്റർ ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നു. നീ ഇങ്ങനെ ഒരു ഡീമൺ ആയതിന്റെ വിഷമത്തിൽ അങ്ങേര് സൂയിസൈഡ് ചെയ്താണെന്ന് ജെനിറ്റ്സു കൈകാക്കുവിനോട് പറയും. ഭയങ്കരമായിട്ട് കരഞ്ഞ് അലറി പറയും. ആൻഡ് ഇത് നോട്ട് ചെയ്തിട്ടായിരുന്നു അന്ന് ജെനിറ്റ്സുവിന് ആ ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കാരണമായിരുന്നു ജെനിറ്റ്സു അന്ന് ഭയങ്കരമായിട്ട് ഹൈപ്പറായി ഉണ്ടായിരുന്നത്. ആൻഡ് ജെനിറ്റ്സുവിന് ഏറ്റവും വിഷമമുള്ള കാര്യം മാസ്റ്റർ എങ്ങനെയാ മരിച്ചെന്നുള്ള കാര്യം ആലോചിച്ചിട്ടായിരുന്നു. കാരണം മാസ്റ്റർ കത്തിയെടുത്തിട്ട് സ്വന്തം വയറ്റിൽ കുത്തിയിട്ടാണ് മരിച്ചത്. അങ്ങനെ ഇക്കാര്യം പറഞ്ഞിട്ട് ജെനിറ്റ്സുവിന് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള തെറ്റായിരുന്നു മാസ്റ്റർ തിരഞ്ഞെടുത്തത്. ഇതിന്റെ എല്ലാം കാരണം കൈകാക്കു ആയിരുന്നു. കാരണം കൈകാക്കു ഒരു ഡീമൺ ആയിരുന്നു. ആ വിഷമത്തിലാണ് അങ്ങേര് ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് കൈകാക്കുവിനൊരു കുലുക്കോ ഇല്ല. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഇൻഫാക്ട് അവൻ ചിരിച്ചുകൊണ്ട് ചോദിക്കും, നിനക്ക് ഉണ്ടാക്കി ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ഒരു മൂലക്കിരുന്ന് കരയണോ?
അങ്ങനെ കൈകാക്കു തിരിച്ച് സെനിറ്റ്സുവിനോട് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഒരു കൂസലും ഇല്ലാതെ. ആൻഡ് ഇതിനുശേഷം കൈകാക്കു അങ്ങനെയും കൂടിയും പറയുന്നുണ്ട്, ഇൻഫാക്ട് ഞാൻ ഹാപ്പിയാണ്, അയാൾ ഏറ്റവും പെയിൻഫുൾ ആയ ഡെത്തല്ല തിരഞ്ഞെടുത്തത്, അതിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം അയാൾ എന്നെ ഒരിക്കലും വാല്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആൻഡ് അയാൾ ഒരിക്കലും എന്നെ അയാളുടെ സക്സസറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ഏറ്റവും പെയിൻഫുൾ ആയ ഡെത്ത് തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം അപ്പുറത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് സെനിറ്റ്സുവിൻ്റെ ഒരു മെൻറ്റാലിറ്റി. നിങ്ങൾ ആലോചിച്ച് വെക്കണം, ചെറുക്കനെ ദേഷ്യത്തിൻ്റെ കൊടുമുടി എന്നൊക്കെ പറയില്ല, ദേഷ്യത്തിൻ്റെ കൊടുമുടി തൊട്ട് നിൽക്കുക. അങ്ങനെ ദേഷ്യം കൊണ്ട് പൂണ്ട് നിൽക്കുന്ന സെനിറ്റ്സു തിരിച്ച് അങ്ങോട്ട് പറയുന്നുണ്ട്, നീ ഇപ്പം എന്നെ ലൂസർ എന്ന് വിളിച്ചില്ലേ, നീ ഒരു ലൂസർ തന്നെയാ. കാരണം എനിക്ക് തണ്ടർ ബ്രീത്തിങ്ങിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ അറിയുള്ളൂ, നിനക്ക് ഫസ്റ്റ് ഫോം ഒഴിച്ചിട്ട് ബാക്കി 5 ഫോം മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ തമ്മിൽ വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല ഈ തണ്ടർ ബ്രീത്തിങ് യൂസ് ചെയ്യണേ തമ്മിൽ. ആൻഡ് ഇനി മാസ്റ്ററുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, മാസ്റ്റർ അത്രയ്ക്ക് ലക്കി ആയിരുന്നില്ല, അല്ലെങ്കിൽ പിന്നെ നിന്നെ പോലെ ഒരുത്തന്നെ സക്സസ് ആക്കിയാൽ പിന്നെ അയാളെ മണ്ടനെന്ന് എല്ലാവരും വിളിക്കില്ലേ. ഇത് കേട്ടിട്ട് കൈകാക്കു ആകെ, നീ ഒരിക്കലും നമ്മൾ തമ്മിൽ ഒന്നാണെന്നുള്ള പോലെ നീ സംസാരിക്കരുത്, എന്നെ നിന്നെ വെച്ച് കമ്പയർ ചെയ്തെന്ന് കൈകാക്കു പറയുന്നുണ്ട്. ആൻഡ് ഇത് പറഞ്ഞതിന് ശേഷം തന്നെ തണ്ടർ ബ്രീത്തിങ്ങിന്റെ 4th ഫോം എടുത്തിട്ട് കൈകാക്കു സെനിറ്റ്സുനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് സെനിറ്റ്സു ഭയങ്കര ഈസിയായിട്ട് ഡോഡ്ജ് ചെയ്യും. അങ്ങനെ ഈസിയായിട്ട് ഡോഡ്ജ് ചെയ്തത് മാത്രമല്ല, ഒരു തുള്ളി പോലും അവൻ്റെ മേത്തൊരു വാളിൻ്റെ അംശം പോലും കൊണ്ടുണ്ടാവില്ല. പക്ഷെ തിരിച്ചൊരു കൗണ്ടർ അറ്റാക്കും ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഈ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് മനസ്സിലാവണ തന്നെ കൈകാക്കിന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. ആൻഡ് ഈ അറ്റാക്കിന് ശേഷം ജെൻസ് ബാഡാസ് ആയിട്ട് പറയുന്നുണ്ട്, ടു സ്ലോ, ട്രാഷ്. ആൻഡ് ഈ അറ്റാക്കിന് ശേഷം കൈകാക്കിന് അതായത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവൻ ഇങ്ങനെ പവർഫുൾ ആയെന്ന് ആലോചിച്ചിട്ട്. സർപ്രൈസ് മാത്രമല്ല, കൈകാക്കു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് കൈകാക്കു ആലോചിക്കുന്നുണ്ട്, ഇവനെ പോലെ ഒരു ഭയങ്കര വീക്കായിട്ടുള്ള ഒരുത്ത് എൻ്റെ എതിരാളിയായിട്ട് നിൽക്കുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ 2nd ഫോം എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ആൻഡ് ഈ ഫോം എടുത്ത് അടിച്ചപ്പോൾ തന്നെ സെനിറ്റ്സുവിന് മനസ്സിലായി ഇവൻ ഒരുപാട് ഹ്യൂമൻസിനെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ സെനിറ്റ്സു ചോദിക്കുന്നുണ്ട്, നിനക്ക് ശരിയും തെറ്റുന്നുള്ള കാര്യം എന്താണെന്നൊക്കെ നീ മറന്നുപോയെന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു മറുപടി ആയിട്ട് കൈകാക്കു വേറൊരു ഫോം എടുക്കും, അതായത് 3rd ഫോം എടുത്തിട്ട് സെനിറ്റ്സിനോട് മറുപടി പറയും, എനിക്കറിയാം എന്താണ് ശരിയും തെറ്റുന്നു, നീ എന്നെ പഠിക്കാൻ നിൽക്കണ്ട, എനിക്കറിയാം എന്താണ് ശരിയും തെറ്റുന്നത്, ആരാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്, ആരാണ് എന്നെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുന്നത്, അവർ മാത്രമാണ് ശരി, ബാക്കിയുള്ളവരൊക്കെ തെറ്റാണ്. ആൻഡ് ഇങ്ങനെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സെനിറ്റ്സ് പഴയ കാലങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈകാക്കു അടിയുടെ മുകളിൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവനെ സ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ അറ്റാക്സ് കൈകാക്കുവിൻ്റെ ബ്ലഡ് ഡീമൺ ആർട്ടിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുണ്ടാവും. ആൻഡ് ഈ അറ്റാക്സ് കാരണം സെനിറ്റ്സുവിൻ്റെ ബോഡി എല്ലാം ക്രാക്കായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും, സെനിറ്റ്സിൻ്റെ ബോഡി എല്ലാം തൊലിയെല്ലാം ക്രാക്കായി തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈകാക്കു വേറൊരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് ഡീമൺ ആയതിൽ ഒരു കുറ്റബോധമില്ല, കാരണം ഈ ബ്ലഡ് ഡീമൺ ആർട്ട് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അറ്റാക്സ് ഒന്നുകൂടി സ്ട്രോങ്ങർ ആവത്തേ ഉള്ളൂ. ആൻഡ് ഞാൻ നിന്നെ പോലെ അല്ല, ഞാൻ സ്പെഷ്യലാണ്, എനിക്ക് വേറെ കഴിവുകളുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സെനിറ്റ് ഇപ്പോഴും പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ അവനോട് പറയുന്നത് കൈകാക്കുനെ കണ്ടുപഠിക്കുക എന്നുള്ളത്. ഇതെല്ലാം സെനിറ്റ്സ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സെനിറ്റ്സ് ഇതുകൂടി ആലോചിക്കുന്നുണ്ട് കൈകാക്കുനെ അവൻ കളിയാക്കിയിരുന്നത്. കാരണം കൈകാക്കുവിന് ഫസ്റ്റ് ഫോം യൂസ് ചെയ്യില്ലാരെന്ന് പറഞ്ഞിട്ട് കൈകാക്കുവിനെ എപ്പോഴും കളിയാക്കിയിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, സെനിറ്റ്സ് എപ്പോഴും കൈകാക്കുവിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൈകാക്കുവിനെ എപ്പോഴും റെസ്പെക്റ്റോടെ മാത്രമേ സെനിറ്റ്സ് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് തിരിച്ച് കൈകാക്കുവിന് ഒരു പട്ടിയുടെ വില പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം സെനിറ്റ്സിന് ഒരു കാര്യം മനസ്സിലായി, അതായത് ഇവനെ ഇനി മാറ്റാൻ പറ്റത്തില്ല, ഇവൻ ഇനി ഒരിക്കലും മാറാനും പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ മാസ്റ്ററിനോട് ഒരു സോറി പറയാണ് സെനിറ്റ്സു. ആൻഡ് ഈ സോറി പറഞ്ഞതിന് ശേഷം സെനിറ്റ്സ് ഒരു ഫോമിലോട്ട് പോവാണ്. ആൻഡ് ഈ ഫോം കണ്ട് കൈകാക്കു സർപ്രൈസ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു അറ്റാക്ക് വരുന്നു. ആൻഡ് ഈ അറ്റാക്ക് കണ്ടിട്ട് കൈകാക്കുവിനൊന്നും റിയാക്ട് ചെയ്യാനുള്ള പോലും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ അറ്റാക്കിൽ കൈകാക്കിൻ്റെ തല വെട്ടിപ്പോയിട്ടുണ്ടാവും. ആലോചിക്കുന്നുണ്ടോ, ഒരു അപ്പർ മൂണാണ്, അതായത് അപ്പർ മൂൺ എന്ന് വെച്ചാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമണാണ്, അവനാണ് ഒറ്റ സ്ലാഷിൽ കൊന്നേക്കുന്നത്. പവർ ചേർക്കാൻ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഈ തല വെട്ടി വീണുകൊണ്ടിരിക്കുമ്പോൾ കൈകാക്ക് പറയുന്നുണ്ട്, ഈ അവസാന കാലത്ത് ആ കളവൻ നിനക്കൊരു പുതിയ ഫോം പഠിപ്പിച്ചെന്നല്ലേ, നീ തന്നെ ആയിരുന്നു അയാളുടെ അന്നത്തെയും ഫേവറേറ്റ്. എനിക്കിങ്ങനെ ഒരു ഫോം ഉള്ള കാര്യം തന്നെ അറിയില്ല, അയാൾക്ക് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുമില്ല, അയാളുടെ ഫേവറേറ്റ് നീ തന്നെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെനിറ്റ്സ് അങ്ങോട്ട് തിരിച്ചു പറയുന്നുണ്ട്, ഇല്ല, നീ തെറ്റായിട്ടാണ് ചിന്തിക്കുന്നത്, കാരണം ഈ ഫോം ഞാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഫോമാണ്. ആൻഡ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് നിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു, പക്ഷെ നീ ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് തന്നെ അത് പറ്റില്ല. അങ്ങനെ ഇത് കേട്ടിട്ട് സെനിറ്റ്സ് ഓൾമോസ്റ്റ് ഡെഡായി, കാരണം അത്രയും ക്രാക്സ് ഉണ്ടായിരുന്നു അവൻ്റെ മേത്ത്. അവൻ ഓൾമോസ്റ്റ് മരിക്കുക എന്നുള്ള ലെവലിലോട്ട് പോവാണ്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് കൈകാക്ക് തിരിച്ചു വയ്ക്കുന്നുണ്ട്, 7th ഫോം ഓൺലി തണ്ടർ ബ്രീത്തിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം യൂസ് ചെയ്യാൻ അറിയുന്ന നിനക്ക് 7th ഫോം അല്ല നീ ഒറ്റയ്ക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ചെറുക്കൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് സെനിറ്റ്സു ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആളെന്നുണ്ടെങ്കിൽ കൈകോക്കിനെ അപ്പോഴും മരിക്കാൻ പോകുമ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സെനിറ്റ്സു മരിക്കാൻ പോകുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഇവനും ഹാപ്പിയാണ്, കാരണം അവൻ ഒറ്റക്കല്ലല്ലോ, ഇവനും ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അപ്പോഴും കൈകാക്കും അവിടെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്, കാരണം മരിക്കാൻ പോവുകയാണെന്നില്ലല്ലോ. പക്ഷെ അവിടെ പ്രത്യക്ഷപ്പെടും തമയുടെ അസിസ്റ്റന്റ് പ്രത്യക്ഷപ്പെട്ടിട്ട് കൈകാക്കുവിനോട് ഇങ്ങനെ പറയും, അത് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചു ഒന്നും കിട്ടത്തില്ല, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ദൈവം തിരിച്ചു എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന
തമയുടെ അസിസ്റ്റന്റ് പറയും. അങ്ങനെ അവിടുന്ന് തന്നെ ജെനിറ്റ്സുവിനെ രക്ഷിച്ചുകൊണ്ട് പോകും. ആൻഡ് ഇതിനുശേഷം നമുക്ക് ജെനിറ്റ്സുവിനെ കാണിക്കുന്നത് വേറൊരു വേൾഡാണ്. അവൻ്റെ മാസ്റ്ററിനായിട്ടോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മാസ്റ്ററിനോട് അവൻ സോറി പറയായിരിക്കും കൈകാക്കുവിനെ കൊന്നതിന് കാരണം. ഒരു പക്ഷെ ഞാൻ കൈകാക്കുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കാരണം ഞാനാണെന്ന് പറഞ്ഞിട്ട് ജെനിറ്റ്സു അവൻ്റെ മാസ്റ്ററിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന മാസ്റ്റർ തിരിച്ചു പറയുന്നുണ്ട്, ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് ജെനിറ്റ്സു ആകെ അലറി വിളിച്ച് കരയുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതോടുകൂടി ജെനിറ്റ്സുവിൻ്റെ കഥ കറിയാണ്. അപ്പോൾ ഞാനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്ത വീഡിയോ ആണ്. എത്രത്തോളം ശരിയാണ് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒരു 10 ലൈക്ക് ടാർഗറ്റ് ഞാൻ വെക്കുന്നുണ്ട്. ഒരു 10 പേരെങ്കിലും ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സൺഡേ 6 മണിക്ക് ബ്ലൂ ലോക്കിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ബ്ലൂ ലോക്കിൻ്റെ വീഡിയോക്ക് വെയിറ്റ് ചെയ്ത മക്കളെ. ഇപ്രാവശ്യം 1.5 ചാപ്റ്റേഴ്സാണ് കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തേ ഇല്ല കാര്യങ്ങൾ. അപ്പോൾ സൺഡേ 6 മണിക്ക് ബൈ.